സമയം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം. നമുക്കതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 18-19. പ്രൈസ് ദി ലോർഡ്. Amen. Isaiah 43 verses 18 and 19. Forget the former things, do not dwell on the past. See, I'm doing a new thing. Now it springs up. Do you not perceive it? I'm making a way in the desert and streams in the wasteland. Amen. ഞാനിവിടെ ഹെഡിങ് കൊടുത്തേക്കുന്നത് പോലെ തന്നെ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, പുതിയ വർഷത്തിൻ്റെതായ പ്രാരംഭ ദിവസത്തിലായിരിക്കുമ്പോൾ, നാം കുടുംബമായി, വ്യക്തികളായി, സഭയായി ഹല്ലേലൂയ പുതിയ വർഷത്തിലേക്ക് നമ്മൾ നോക്കി പാർത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഒരു പ്രത്യാശയോട്, ഒരു പ്രതീക്ഷയോട്, വിശ്വാസത്തോടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. As a church and as individuals, we are in the presence of God, looking forward with great expectations for the upcoming, for this new year. ആമേൻ. ഇവിടെ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയതായ വിധങ്ങളെ ഓർക്കുവാനും, അതുമാത്രമല്ല ഹല്ലേലൂയ നമ്മുടെ തീരുമാനങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതുക്കുവാനുമായിട്ടുള്ളതായ സമയമായിട്ടാണ് ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷയെ ഞാൻ കാണുന്നത്. I consider the sermon this morning as a time to reflect and renew our promises in the sight of God. നമ്മൾ കഴിഞ്ഞ വർഷക്കാലം വിവിധ തരത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ നമ്മളിന്ന് വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട എന്നുള്ളതായ ആ കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. We perhaps may have gone through a difficult year last year, but this morning the word reminds us to forget the past and not dwell on it. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത്, റിഫ്ലക്റ്റ് ഓൺ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ഓർക്കുക, അയവിറക്കുക. അത് നമ്മുടെ ജീവിതത്തിലെ ആവശ്യമാണ്. And it is important for us to reflect upon God's faithfulness in the past. നമ്മൾ പ്രത്യേകിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, നാം മുടിഞ്ഞ് പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്ന് പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. And it is because of His grace that we are not destroyed. We are sustained by it, and His grace is new every morning. His mercies are new every morning. ആമേൻ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഓർക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ കാര്യം, നമ്മൾ തീർന്നു പോകാത്തത്, മുടിഞ്ഞു പോകാത്തത്, ഇല്ലാതായി തീരാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ്. If we ask ourselves this morning why we are not finished, it is because of His grace. ആമേൻ. ഞാൻ പറയുന്നത് പോലെ, റിഫ്ലക്റ്റ് ഓൺ ഹിസ് ബ്ലെസ്സിംഗ്. നമുക്ക് അല്പസമയം ദൈവമായി കർത്താവിൻ്റെതായ കരുതലോർത്ത്, ഹല്ലേലൂയ ദൈവമായി കർത്താവിൻ്റെ നന്മകൾ ഓർത്ത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം കർത്താവ് നടത്തിയ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതായിരുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സമയമെടുക്കാമല്ലോ. Can we take some time this morning to reflect upon His blessings, His kindness, His faithfulness in our lives? അതോടൊപ്പം തന്നെ നമുക്ക് let's acknowledge the challenges that we face. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിച്ച അനേക വെല്ലുവിളികളുണ്ട്. അത് നമുക്ക് മറക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആ സമയത്തും ദൈവമായ കർത്താവ് നമ്മെ സൂക്ഷിച്ചു. At the same time, let us also remember the challenges that we face and how God kept us through it all. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർക്കണം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമായി കർത്താവിൻ്റെതായ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മൾ നേരിട്ടതായ നമ്മൾ ചലഞ്ചസ്, ഹല്ലേലൂയ വെല്ലുവിളികൾ, പലപ്പോഴും നമ്മളെ ഭാരപ്പെടുത്തിയ, നമ്മെ കുഴപ്പിച്ചു കളഞ്ഞ കാര്യങ്ങളും, എന്നിട്ടും നമ്മൾ ഇവിടം വരെ വന്ന് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാണ്.
And it is important to remember both the challenges that pushed us to the end, but through it all, how God has been faithful and carried us till here this morning. ആമേൻ. ആ സമയത്താണ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പാടിയതുപോലെ സർവ്വവും മറന്ന് ഹല്ലേലൂയ നന്മയും അതുപോലെ ചലഞ്ചസ് ഹല്ലേലൂയ പ്രയാസങ്ങളും നന്മകളും അതെല്ലാം ദൈവമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് ഓർത്ത് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് യോഗോപിപ്പിക്കേണ്ടത് ആവശ്യമാണ്. And as we sang this morning, that we can forget everything and come and concentrate in the presence of God. ആമേൻ. ഹല്ലേലൂയ. ദൈവമായി കർത്താവിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഈ പുതിയ വർഷത്തിൽ നാം ഈ പുതിയ വർഷം നേരിടുമ്പോൾ ഹല്ലേലൂയ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം അറിയാം. 2024 നമ്മെ നടത്തിയ അതേ ദൈവം ഒട്ടും മാറ്റമില്ലാത്തവനായി നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഹല്ലേലൂയ ദൈവ സാന്നിധ്യം മാറ്റമില്ലാതെ നമ്മോടൊപ്പമുണ്ട്. We don't know what challenges we will face in 2025, but know this: the God who led us through 24, his unchanging faithfulness will lead us in 25. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും പറയുവാൻ തക്കവണ്ണം കഴിയും, ഇതുവരെയും കാത്ത ദൈവം ഇനിയും കാക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇനിയും നമ്മെ ഹല്ലേലൂയ സംരക്ഷിപ്പാൻ തക്കവണ്ണം ശക്തനാണെന്ന് പറയുവാൻ കഴിയും. We can say this for certain: the God who carried us so far is capable to lead us through. ആമേൻ. അടുത്തതായിട്ട് നമുക്ക് ഓർക്കേണ്ടതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, ഈ വർഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ റിലീസ് ദ ബർഡൻസ് ഓഫ് ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിലെ ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഹല്ലേലൂയ നമ്മുടെ ഗിൽറ്റി ഫീലിംഗ് എല്ലാം ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ അങ്ങ് എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. The second thing is to release the burdens, the guilt of the past at the feet of our Lord. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. We read in book of Matthew this. ആമേൻ. അതിന്റെ 11-ാം അധ്യായം 28-29 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. In the chapter 11 verses 28 and 29. നമുക്ക് അവിടെ വായിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇങ്ങനെയാണ് വായിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. Come to me, all who are weary and burdened, I will give you rest. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നാം പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ ഭാരങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല. ഐഡന്റിഫൈ അവർ ബർഡൻസ്. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ അത് നമ്മൾ അതായത് മനസ്സിലാക്കുക, അത് നമ്മൾ ഉള്ളതുപോലെ തന്നെ മനസ്സിലാക്കുക. എന്നാൽ ഹല്ലേലൂയ അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം, അതുപോലെ കുറ്റബോധം, വേദന, ഇതെല്ലാം നമ്മൾ മനസ്സിൽ അതൊന്ന് കൊണ്ടുവരിക. This morning I'm not asking you to forget it, but to identify your challenges, the pains, the guilt of your past. ആമേൻ. എന്നാൽ ഹല്ലേലൂയ രണ്ടാമത് നമ്മൾ വായിക്കുന്നത് അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: bring them into God. ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരിക. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. What God is asking is that you bring it forward to him. ആമേൻ. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ ഇവയെ ദൈവപാദപീഠത്തിലേക്ക് കൊണ്ടുവന്ന് നാം ദൈവപാദപീഠത്തിലേക്ക് അർപ്പിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ ആ ഭാരം പിന്നെ അതുപോലെ എടുത്ത് നമ്മുടെ തലയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. And once we bring it to a God and lay it at his feet, the burdens do not have to carry it back. ആമേൻ. അത് ഭാരമാണെങ്കിൽ കർത്താവ് അതിനെ ലഘൂകരിക്കും. If it is heavy, he is going to make it light. ആമേൻ. അതൊരു ഗിൽറ്റി ഫീലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറ്റബോധമാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. Even if it is your guilt, it says as in the word, even if it is red as scarlet, he will turn it to white as snow. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നതായ പരാജയം, മിസ്റ്റേക്സ് ഒന്നും ഹല്ലേലൂയ നമ്മുടെ
മുന്നോട്ടുള്ളതായ പോക്കിനെ ഒരിക്കലും തടസ്സപ്പെടുത്തുവാൻ തക്കവണ്ണം അനുവദിക്കരുത്. Do not let the sins of your past to become a block for your future. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ ഒരു വർഷക്കാലം കർത്താവ് നമുക്ക് നൽകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തീരുമാനം ഇതായിരിക്കണം: ഞാൻ പുറകോട്ട് നടക്കുവാനായിട്ടല്ല തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു പടി ദൈവത്തോട് അടുത്ത്, മൂവിംഗ് ഫോർവേഡ് ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയണം. If we get another year, our decision should be that I do not go backward or regress, but move forward and closer to God. ആമേൻ. നമുക്കറിയാം പത്രോസിന്റേതായ ജീവിതത്തിൽ നടന്നതായ കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. We know the life of Peter and how he denied Jesus. ആമേൻ. ആമേൻ. കർത്താവിനോട് കൂടെ നടന്ന് ഹല്ലേലൂയ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട്, അതിശയങ്ങൾ കണ്ട്, ആമേൻ, കർത്താവിന്റെ വചനം കേട്ടതായ പത്രോസ് ഹല്ലേലൂയ അരുമനാഥനായ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു നമുക്കറിയുവാൻ തക്കവണ്ണം കഴിയും. We know that he walked with Jesus, saw the miracles, yet he denied our Lord 3 times. എന്നാൽ അതേ പത്രോസ് തന്നെ ഹല്ലേലൂയ നാം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവ് അവനെ റിസ്റ്റോർ ചെയ്യുന്നത്, അവനെ മോചിപ്പിക്കുന്നത്, അവനെ ഉദ്ധരിക്കുന്നത്, ഹല്ലേലൂയ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വീണ്ടും യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം പത്രോസിന്റെ ജീവിതം മറിയുന്നത് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. We read in John 21 how he comes and asks Simon, do you love me? And he restores Peter back to his former self. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന്, ഹല്ലേലൂയ, ദൈവവചനം കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിയാത്ത കുറ്റബോധം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയാതിരുന്നത്, ഒരിക്കലും അങ്ങനെയുള്ളതായ സ്വഭാവമോ ഭാരമോ ഒരിക്കലും നിങ്ങളുടെ മുന്നോട്ടുള്ളതായ പോക്കിനെ തടസ്സപ്പെടുത്തുവാൻ അനുവദിക്കരുത്. I want to exalt you through the word of God. Let not the guilt of your past, your shortcomings impede your desire and closeness to God this year. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ, ദൈവവചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമുക്ക് ആശ്വാസം പകരുന്ന, നമുക്ക് സമാധാനം പകരുന്ന, നമ്മെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല ദൈവമാണ് ഇന്ന് പൽക്കാലം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. This morning we worship a God who is able to bring you to peace through his word. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, embrace God's promises for the new year. അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നാം സ്വീകരിക്കുക എന്നുള്ളതാണ്. The third thing I want to talk to you is to embrace the promises of God for New Year. ആമേൻ. യെരമ്യാ പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. In the book of Jeremiah we read this way. 29-ാം അധ്യായം 11-ാമത്തെ വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you a hope and a future. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും ഈ പുതിയ വർഷത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ മറന്നു കളയരുത്. Oh, we should not forget the promises of God. ഹല്ലേലൂയ. ദൈവമായി കർത്താവ് നമുക്ക് ഇവിടെ പറയുന്നത് പോലെ നമുക്ക് ഒരു ശുഭഭാവി കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. Oh, he has kept a bright future for each of us. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യം ഏത് നിലയിലുള്ളതാണെങ്കിലും അവിടെ നമ്മൾ വായിക്കുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകൾ അനുകൂലമോ പ്രതികൂലമോ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ തക്ക സമയത്ത് മറുപടി ലഭിച്ചില്ലെന്ന് വരാം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നു എന്ന് വരാം. എന്നാലും അതിന്റെ മധ്യത്തിൽ എനിക്കും
നിങ്ങൾക്കും ഓർക്കുവാൻ തക്കവണ്ണമുള്ള കാര്യം, ഹല്ലേലൂയ, ദൈവം ആമേൻ നമുക്ക് ഹല്ലേലൂയ ഒരു പ്രത്യാശ നൽകുന്ന ദൈവമാണ്. Oh, no matter how challenging your circumstances may be, our God has a plan for you and a future, and there is hope for us. അതുമാത്രമല്ല, ദൈവം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും താല്പര്യപ്പെടുന്നതായ പ്രത്യാശയുടേതായ അടുത്ത പടി എന്തെന്ന് ചോദിച്ചാൽ, എന്നെയും നിങ്ങളെയും ഒരു പ്രോസ്പെറിറ്റി, ദൈവം ഉദ്ദേശിക്കുന്നതായ ആ ശുഭമായ നിലയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം കർത്താവിന് പ്ലാൻ ഉണ്ട്. God even desires that you move forward up into a plan of prosperity. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷത്തിൽ നമ്മുടെ കർത്താവ് നമ്മൾ പോകുന്നിടത്തൊക്കെയും ആവശ്യമായിരിക്കുന്നതായി സംരക്ഷണം, പ്രൊട്ടക്ഷൻ നൽകി തരുന്ന ദൈവമാണ്. God is going to protect you no matter where you go. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ പ്ലാന് എത്ര വലുതായാലും ചെറുതായാലും അത് നമ്മെ, ഹല്ലേലൂയ, അത് നമ്മെ നഷ്ടപ്പെടുത്തുവാനായിട്ടല്ല, നമ്മെ ഇല്ലാതാക്കുവാനായിട്ടല്ല, നമ്മെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള പ്ലാനാണ്. His plan is not to harm you, but his plan is to grow you. ആമേൻ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കിയിട്ട്, കർത്താവ് നിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ കുടുംബമായി, വ്യക്തിപരമായി ഞങ്ങളായിത്തീരുവാൻ, സഭയായിട്ടായിത്തീരുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. Can we surrender our life to God and say this morning, Lord, I submit to your will that me, my family, we will grow into the way that you desire of us. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയ വർഷത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകണമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തിട്ടമില്ല, നിങ്ങൾക്കും തിട്ടമില്ല. We don't know where we are going to go this year. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അവിടെയൊക്കെ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് അബ്രഹാമിനെ കുറിച്ചാണ്. Through that I want to remind you about Abraham. ആമേൻ. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോക എന്ന് പറഞ്ഞപ്പോൾ കണ്ണുമടച്ച്, ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടെ പിതാവായ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ കാണിച്ച അബ്രഹാമിന്റെ മാതൃകയാണ് നാം പിൻപറ്റേണ്ടത്. We must follow the life of Abraham when God called him and said, you must go into the city that I will show you. Abraham trusted God and followed him. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിന് പറയുവാൻ തക്കവണ്ണമുള്ള മറുപടി ഇതായിരിക്കും, എന്റെ ദൈവം എന്നെ നടത്തുന്നത്, നയിക്കുന്നത് എവിടെയെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരിക്കും. If you ask Abraham, he will say, I don't know where I am going, but I know this, no matter where I go, my Lord will lead me. അജ്ഞാതമായ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്ക് ഫെമിലിയർ അല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നാം പാനിക്കായി എന്ന് വരാം, ഭയന്നു വരാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് പൽക്കാലം ദൈവവചനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത്, അപ്പോഴും ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. When we go through unknown ways, you may panic, but let me tell you, there is the presence of God in that place. അവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കും കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് നിശ്ചയമില്ലെങ്കിൽ, എന്റെ ദൈവത്തെ കുറിച്ച്, നമ്മുടെ ദൈവത്തെ കുറിച്ച് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. Even if you don't have certainty of where you're going, be certain of the God you are following. അതുകൊണ്ട് ദൈവമായി കർത്താവിന്റെ വാഗ്ദത്തം ഉള്ളിടത്ത് ഞാൻ ധൈര്യമായി കടന്നു പോകും. ഈ വർഷം എന്നെ നയിക്കുന്ന, എന്റെ കുടുംബത്തെ നയിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഞാൻ ദൈവകൃപയോട് കർത്താവിനോടൊപ്പം നടക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ ആയിരിക്കണം ഇവിടെ കടന്നു പോകേണ്ടത്. Oh, let's make a decision that I will follow, my family will follow God in every direction. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, commit to God's purpose. Hallelujah.
ഹല്ലേലൂയ ദൈവ ഉദ്ദേശത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. The fourth point is to commit ourselves completely to God's purpose. സദൃശവാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് 3-5 വാക്യങ്ങളിൽ. In Proverbs chapter 3 verse 5 and 6 we read this. പൂർണ്ണ ഹൃദയത്തോട് യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him and he will make your path straight. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അവൻ അൺഷുവർ ആയിട്ടിരിക്കുന്ന, അൺഫെമിലിയർ ആയിരിക്കുന്ന, അല്ല നമുക്ക് പരിചയമില്ലാത്ത, അവൻ നമുക്ക് വളരെ തിട്ടമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓർത്തുകൊള്ളുക, ഹല്ലേലൂയ ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. When we go through unfamiliar, uncharted territory, it is important that we will trust in God. ആമേൻ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ വിശ്വാസത്തിൻ്റെതായ അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെതായ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ്, ദൈവമായി കർത്താവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. The foundation of faith is to trust in God. ഈ വർഷത്തിൽ നാം ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവമേ, ഈ വർഷം ആരംഭിക്കുന്ന ഈ ഞായറാഴ്ചയിൽ ആമേൻ എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ദൈവകൃപയിലും ദൈവത്തിന്റെ വാക്തത്വത്തിലും ദൈവമായി കർത്താവിന്റെ സാന്നിധ്യത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുക, അത് വിട്ട് ഒരിക്കലും മാറിപ്പോകരുത്. On this first Sunday of this new year, I want to tell you to trust in God, his word, his promises, and do not move away from it. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, seek his guidance. ഹല്ലേലൂയ ഏത് തീരുമാനമെടുക്കുമ്പോഴും ഏത് കാര്യങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോഴും ദൈവമേ ഹല്ലേലൂയ അവിടുത്തതായ തീരുമാനം, അവിടുത്തതായ ഗൈഡൻസ്, അവിടുത്തതായ ഒരു പ്രത്യേകമായ ഒരു നിയന്ത്രണം എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങളിൽ അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയണമേ, സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. At every point you have to make a decision. Take this, Lord, I will seek your guidance. ആമേൻ. പലപ്പോഴും നമ്മൾ ഈ ക്രോസ് റോഡിൽ കടന്നു ചെല്ലുമ്പോൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നുള്ളതായ കൺഫ്യൂഷനിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. At your crossroads, submit your ways to God and he will make your path straight. ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ submit to his will. ഹല്ലേലൂയ ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. It is most important that we completely submit to his will. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണമുള്ളത്, walk in his purpose. ദൈവമായ കർത്താവിന്റെ ഉദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. The most important thing is that his will is done in our lives. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊണ്ടാൽ ദൈവവചനത്തിൻ്റെതായ പിന്നെ പറയുന്നത് എന്താണ്? അവൻ നമ്മുടെ പാതകളെ നേരെയാക്കും. It says in all your ways acknowledge him and he will make your path straight. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഹിതമല്ല, നിങ്ങളുടെ ഹിതമല്ല നമ്മുടെ ജീവിതത്തിൽ വർഷം നടക്കേണ്ടത്. ദൈവമേ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Oh, not your will, but not my will, but let us get the grace of God that his will be done. ആമേൻ. നമുക്കറിയാം ആമേൻ ഈ പ്രോമിസ് ലാൻഡ് അല്ലെങ്കിൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ച യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്. This is what Joshua says when he enters the promised land. ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിക്കാം. He looks at the Israelites and say, you can decide who you want to worship. ആമേൻ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു തീരുമാനമുണ്ട്. But as for me and my family, we have a decision. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. He says, as for me and my family, we will serve the Lord. ദൈവമേ ഇതായിരിക്കട്ടെ നമ്മുടെ
നമ്മുടെ ജീവിതത്തിലെ ഈ വർഷത്തിലെ തീരുമാനം ഏതൊക്കെ വഴിയിൽ തിരിമറിഞ്ഞു നടന്നാലും കലങ്ങി മറിഞ്ഞാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ളതായ തീരുമാനത്തോടുകൂടെ ദൈവമായ കർത്താവിന്റെ വഴിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം. So let this be our decision this morning, no matter what life's turmoils you go through, that you and me and my family, we will always serve the Lord. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത് ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട്. ഹല്ലേലൂയ. പുതിയൊരു തുടക്കത്തിനായി വിശ്വാസത്തോട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഈ വർഷത്തിലെ തീരുമാനമായിരിക്കേണ്ടത്. Let this be a decision in life that we will step out in faith for a fresh start. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നു യെശയ്യാ പ്രവചനം 43:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. See, I'm doing a new thing. Now it springs up. Do you not perceive it? I'm making a way in the desert and streams in the wasteland. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഹല്ലേലൂയ പുതിയ വർഷത്തിന്റെ പ്രാരംഭം ഞായറാഴ്ചയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയുവാൻ തക്കവണ്ണമുള്ളതായ ആലോചനയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഹല്ലേലൂയ പുതിയതായി നമുക്ക് ആമേൻ പാതകളെ നിരപ്പാക്കും, പാതകളെ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തോട് പകച്ചു നിൽക്കാതെ, അവിശ്വാസത്തോട് പകച്ചു നിൽക്കാതെ വിശ്വാസത്തോട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം കൃപ തരട്ടെ. This is the word of God to the church in this new year. When he makes a new way, do not stand there doubting, but trust in him and he will make your ways. Amen. Hallelujah. Perceive the new. Hallelujah. പുതിയതായി നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉളവാകുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് ഹല്ലേലൂയ കൃപ നൽകേണ്ടതിനായി ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. As God is opening up new ways, do not be perplexed but trust in him. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ നടത്തുന്നതായ പാതയിൽ തന്നെ നമുക്ക് നിലനിൽക്കുവാൻ, follow his path. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നടത്തുന്ന പാതയിൽ തന്നെ നമുക്ക് നിലനിൽക്കുവാൻ ഏകാഗ്രതയോട് നമ്മുടെ ദൈവത്തെ സേവിക്കാം. May we concentrate and focus on him to walk in the path that he set for us. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിൽ ആമേൻ ആത്മാവിന്റെ പുതുക്കത്തിൽ ആമേൻ allow God's refreshing presence in your life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നതായ പുതുക്കം, ആത്മാവിന്റെ പുതുക്കത്തിൽ ഹല്ലേലൂയ ദിവസങ്ങൾ നടക്കുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. May we submit ourselves for a renewing of the Spirit. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ വർഷത്തിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ വിശ്വാസത്തിൽ വളരുവാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആമേൻ ഫാസ്റ്റിംഗ് പ്രേയറിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, വിശ്വാസത്തിൽ വളരുക എന്നുള്ളത് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. As we meditated during the fasting, God desires that we grow in our faith. ആമേൻ. കഴിഞ്ഞ വർഷം ഹല്ലേലൂയ ഞാൻ പറഞ്ഞതുപോലെ ആമേൻ 2004 എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്ന് ഒരു വർഷം കൂടെ നാം കർത്താവിന്റെ വരവിനോടോ അല്ലെങ്കിൽ നമ്മുടെ മരണത്തോടോ നമ്മൾ അടുത്തിരിക്കുകയാണ്. Every passing year brings us closer to his coming or to our death. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസം കഴിയുന്തോറും എന്റെയും നിങ്ങളുടെ ഉള്ളിലെ വാഞ്ച എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കധികമായി ദൈവത്തെ പ്രസാദിപ്പിക്കണം. Let this be the desire of our heart, that I want to please my God. ദൈവവചനം പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. The word says no one can please God without faith. ആമേൻ. വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തെ പ്ലീസ് ചെയ്യുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ വിശ്വാസത്തിൽ എന്നെ വളർത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട്
പ്രാർത്ഥിക്കാം. Without faith, it is impossible to please God. So pray, Lord, grow my faith. അതുകൊണ്ട് നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്യാം. കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. Let us reflect upon God's grace and praise Him. ഹല്ലേലൂയ. അതുപോലെ നമ്മുടേതായ ഭാരങ്ങളെ പ്രയാസങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കാം. May we bring our burdens and sins to our God. ആമേൻ. അതുപോലെ തന്നെ ദൈവ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കാം. Let us capture His promises. ആമേൻ. അതുപോലെ ദൈവത്തിൻ്റെതായ ഉദ്ദേശത്തിനായി നമുക്ക് ദൈവത്തിൻ്റെതായ പർപ്പസിനോട് ചേർന്ന് യോജിച്ച് കടന്നു പോകുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. Let us walk according to His purposes. അതുപോലെ ഈ വർഷത്തിൽ പുതിയ ഹല്ലേലൂയ ഒരു സ്റ്റെപ്പിനായി വിശ്വാസത്തോട് ആമേൻ കാലെടുത്ത് വയ്ക്കുവാൻ കർത്താവേ കൃപ നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us step boldly in faith and promise. ആമേൻ. ഇങ്ങനെ നമ്മൾ ഈ വർഷം ഈ തീരുമാനത്തോടു കൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുമെന്നതിന് രണ്ട് പക്ഷമില്ല. There is no doubt, if you trust in this, He will lead us. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ നമുക്ക് മുന്നേറാം. കർത്താവ് സഹായിക്കട്ടെ. Now is the time for praise and worship. Hallelujah. English songs. Praise the Lord.